നിങ്ങൾ ഉണർന്നു. അലാം ഓഫ്. ഫോണിലെ കുറച്ച് നോട്ടിഫിക്കേഷൻ നോക്കി എണീക്കാൻ നേരം തല പൊക്കാൻ നോക്കിയപ്പോൾ ക്ഷീണം. എന്നിട്ടും എങ്ങനെയൊക്കെ എണീറ്റു. ബ്രഷ് ചെയ്ത് ചായ കുടിച്ച് എന്നിട്ടും ആ ക്ഷീണം മാറുന്നില്ല. ഓഫീസിൽ പോയി ഒരു കോഫി, ഒരു ചായ, പിന്നെ ഒരു കോഫി. ആ ക്ഷീണം മാറുന്നില്ല. ഉച്ചയായപ്പോൾ യു ആർ എക്സോസ്റ്റഡ് അഗെയിൻ. ഈ വീഡിയോ നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്കും ഈ അവസ്ഥ ഉണ്ടാവും. നിങ്ങൾക്ക് മാത്രമല്ല, കോടിക്കണക്കിന് ആൾക്കാരുടെ അവസ്ഥ ഇതാണ്. റീസെൻ്റ് നടത്തിയൊരു സ്റ്റഡിയിൽ പറയുന്നത് 60% ജെൻസീസിനും 90s കിഡ്സിനും ഈ ഇഷ്യൂ ഉണ്ട് എന്നാണ്. അവർക്ക് എത്ര ഉറങ്ങിയിരുന്നാലും റെസ്റ്റ് എടുത്തിരുന്നാലും എപ്പോഴും മെൻ്റലി ഡ്രെയിൻഡായി ഫോക്കസ് ചെയ്യാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാകുന്നുണ്ട് എന്നാണ്. പക്ഷേ എന്നെ അലട്ടുന്ന കാര്യം, ഇതിൽ 95% പേർക്കും അറിയില്ല എന്തുകൊണ്ടാണ് അവർ എപ്പോഴും ടയേർഡാണെന്നത്. അവർ കരുതുന്നത് അത് നോർമലാണ്, പ്രത്യേകിച്ച് ട്രീറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല എന്നാണ്. പക്ഷേ ഞാൻ പറയുന്നത്, ഇത് നിങ്ങളുടെ ശരീരം നിങ്ങൾക്ക് തരുന്ന കുറച്ച് സൂചനകളാണ്. ഇതിലെ പല കാര്യങ്ങളും നിങ്ങളെ പേടിപ്പിച്ചേക്കും. കാര്യം നിങ്ങളിതൊന്നും ചെയ്യാറുള്ള കാര്യങ്ങളാവും. ഇതിൽ എന്തെങ്കിലും ഒരു പോയിൻ്റ് നിങ്ങൾക്ക് ആൾറെഡി നന്നായി ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനെ പറ്റിയിട്ട് നന്നായിട്ട് അറിയാമെന്നുണ്ടെങ്കിൽ ഫീൽ ഫ്രീ ടു സ്കിപ്പ് ദാറ്റ് പോയിന്റ്. വീഡിയോയുടെ താഴെ ചാപ്റ്റേഴ്സ് ആഡ് ചെയ്യുന്നുണ്ട്. യു ക്യാൻ യൂസ് ദാറ്റ് വൈസ്ലി. സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ദ ഫസ്റ്റ് റീസൺ, ആൻഡ് ട്രസ്റ്റ് മീ, ദിസ് വിൽ ഹിറ്റ് യു ഹാർഡ്. പോയിന്റ് നമ്പർ 1, യു ആർ ടയേർഡ് ബിക്കോസ് യു ആർ അഡിക്റ്റഡ് ടു ഡോപ്പമൈൻ. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഒന്നും ചെയ്യാതെ തന്നെ നിങ്ങൾ ടയേർഡ് ആവുന്നത്? ലൈക്ക് കുറേ നേരം നിങ്ങൾ ഒരിടത്ത് തന്നെ കിടന്നോ, അല്ലാന്നുണ്ടെങ്കിൽ ഫോണിൽ സ്ക്രോൾ ചെയ്തിരിക്കുമ്പോഴൊക്കെ, വെറുതെ റാൻഡം വീഡിയോസ് കാണുമ്പോഴൊക്കെ, അല്ലെങ്കിൽ സംടൈംസ് നിങ്ങൾ കുറച്ച് ഗെയിം കളിക്കുന്ന ആളാണെങ്കിൽ ഗെയിം കളിച്ചിട്ട്, അങ്ങനെ ഈവനിങ് ആകുമ്പോൾ നിങ്ങൾ മെൻ്റലി ഡ്രെയിനായി. നിങ്ങൾക്ക് ഒന്നും ചെയ്തില്ലെങ്കിലും നിങ്ങളുടെ ബ്രെയിനിൽ ഡോപ്പമൈൻ കൊണ്ടെന്ന് അറിയുന്നു. ഡോപ്പമൈൻ എന്നാൽ ഒരു ഫീൽ ഗുഡ് കെമിക്കലാണ്. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബ്രെയിൻ ഡോപ്പമൈൻ പുറപ്പെടുവിപ്പിക്കും. മീൻസ് നമ്മൾ ഫോൺ ചെക്ക് ചെയ്യുമ്പോൾ, ജങ്ക് ഫുഡ് കഴിക്കുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇത് ജനറേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഹാപ്പിയാവും. പക്ഷേ ഒരുപാട് ഫ്രീക്വൻ്റായി നമ്മുടെ ബ്രെയിൻ അത് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ്സ് എ പ്രോബ്ലം. സോ ഡോപ്പമൈൻ നിങ്ങളെ എങ്ങനെയാണ് ഡ്രെയിൻ ചെയ്യുന്നതെന്നുള്ള കാര്യം നോക്കാം. നിങ്ങൾക്ക് ഇടയ്ക്കിടെ ഡോപ്പമൈൻ സ്റ്റിമുലേഷൻ കിട്ടുന്നു. മീൻസ് ഫാസ്റ്റ് പേസ്ഡ് ആയിട്ടുള്ള കണ്ടൻസ് കൺസ്യൂം ചെയ്യുന്നു, ഇടയ്ക്കിടയ്ക്ക് നോട്ടിഫിക്കേഷൻസ് ചെക്ക് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ബ്രെയിൻ ഒരു ഹൈപ്പർ ആക്ടിവിറ്റി മോഡിലേക്ക് പോകും. ലൈക്ക് ഒരു കാറിൻ്റെ എഞ്ചിൻ എപ്പോഴും ഫുൾ സ്പീഡിൽ ഓടുന്ന പോലെ. അങ്ങനെ ഒരു മെഷീൻ ഫുൾ ടൈം അതിൻ്റെ മാക്സിമം ലിമിറ്റിൽ ഓടിയാൽ എന്ത് പറ്റും? അത് ബേൺ ഔട്ട് ആവും അല്ലേ, അല്ലെങ്കിൽ കത്തിപ്പോവും. അതുകൊണ്ടാണ് നമ്മൾ ഒരുപാട് നേരം ഓൺലൈനിലിരുന്നാൽ എക്സോസ്റ്റഡ് ആവുന്നത്. നിങ്ങളുടെ ബോഡി അനങ്ങുന്നില്ല, പക്ഷേ ബ്രെയിൻ എപ്പോഴും മാക്സിമം സ്പീഡിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ വേസ്റ്റ് പാർട്ട് എന്നാൽ എന്താണ്? ആൾക്കാർക്ക് ഇപ്പോൾ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ സ്റ്റിമുലേഷൻ വേണ്ടി വരും അവർക്ക് നോർമലായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്. അതാണ് നമ്മൾ ടയർഡ് ആണെങ്കിലും നമ്മൾ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സംടൈംസ് നിങ്ങളിപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ കമൻറ്റ്സ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രെയിനിന് കൂടുതൽ ഡോപ്പമൈൻ വേണമെന്ന് നിങ്ങളുടെ ബ്രെയിൻ ചോദിക്കുന്നുണ്ടാണ്. സോ ഇതിൽ നിന്ന് എങ്ങനെ പുറത്ത് വരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കൺട്രോൾ യുവർ സ്ക്രീൻ ടൈം. ഒരു ലിമിറ്റ് സെറ്റ് ചെയ്യൂ, ഒരു ടൈം സെറ്റ് ചെയ്യൂ. നിങ്ങൾ എണീറ്റ ഉടനെ ആദ്യം ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ അതൊരു പ്രോബ്ലമാണ്. സോ അതിനുശേഷം ഒരു ഡോപ്പമൈൻ ഡീടോക്സ് നടത്തൂ. അതായത് സോഷ്യൽ മീഡിയ, ജങ്ക് ഫുഡ്, എൻ്റർടൈൻമെൻറ്റ്സ്, ഇതിൽ നിന്നൊക്കെ ഒരു ഡീടോക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യും. നിങ്ങൾക്ക് മെൻ്റലി ഒന്ന് ഉണരാൻ കഴിയും. സ്ക്രോളിങ്ങിനെ ഒരു റിയൽ ആക്ടിവിറ്റി ആയിട്ട് റീപ്ലേസ് ചെയ്യും. നിങ്ങൾക്ക് റീഡിങ്, ജേർണലിങ്, ഒന്ന് നടക്കാൻ പോകാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നെക്സ്റ്റ് പോയിൻറ്റ്, യു ആർ നോട്ട് ഗെറ്റിംഗ് റിയൽ റെസ്റ്റ്. ഇതൊന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ 12 മണിക്ക് ഉറങ്ങാൻ കിടന്നു, രാവിലെ 8 മണിക്ക് എണീറ്റു. ആൻഡ് പല ഡോക്ടേഴ്സും അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പലയിടത്തും വായിച്ചതുപോലെ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് 8 മണിക്കൂർ ഉറക്കം കിട്ടിക്കഴിഞ്ഞു. പക്ഷേ നിങ്ങൾ എണീക്കാൻ നേരം നിങ്ങൾ ടയർഡാണ്, ഫോഗി മൈൻഡഡ്, വല്ലാത്തൊരു സ്റ്റിഫ്നെസ് ആയിരിക്കും ബോഡി മുഴുവൻ. ഒരു സുഖം ഉണ്ടാവില്ല. എത്ര സ്ട്രെച്ച് ചെയ്തിരുന്നാലും, അല്ലെങ്കിൽ ഒന്ന് നടക്കാൻ പോയിരുന്നിരുന്നാലും, എന്ത് ചെയ്തിരുന്നാലും ആ ക്ഷീണം മാറുകയില്ല. ഇതാണ് കാര്യം. 8 മണിക്കൂർ നിങ്ങൾ ഉറങ്ങി എന്നതുകൊണ്ട് നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള റെസ്റ്റ് കിട്ടിയെന്നതിൽ അർത്ഥമില്ല. ഡീപ്പ് സ്ലീപ്പ് കിട്ടിയാൽ നമ്മുടെ ബ്രെയിനും ബോഡിയും പ്രോപ്പറായി റിപ്പയർ ആവും. പക്ഷേ നമ്മുടെ ഉറക്കം ശരിയില്ല എന്നുണ്ടെങ്കിലോ, ചിലപ്പോൾ ഉറങ്ങും മുന്നേ ഫോൺ നോക്കിയത് കൊണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ മൈൻഡിൽ വേറെ എന്തെങ്കിലും സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളോ, അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എന്തെങ്കിലും ആലോചിച്ചുകൊണ്ടാവും. സോ ദാറ്റ് നിങ്ങൾക്ക് നല്ല ഉറക്കം കിട്ടുന്നുണ്ടാവില്ല. ഇതുകൂടി ഒന്ന് കേട്ടു നോക്കൂ. സ്റ്റഡീസ് പറയുന്നത് നിങ്ങളുടെ ഉറക്കം ശരിയല്ലാത്തത് നിങ്ങളുടെ ബോഡിയെയും മൈൻഡിനെയും നശിപ്പിക്കുന്നുണ്ട് എന്നാണ്. ഉറക്കക്കുറവുള്ള ആൾക്കാർക്ക് വെയിറ്റ് കൂടുന്നതും പ്രതിരോധശേഷി കുറയുന്നതും ആൻഡ് ഡിമെൻഷ്യ പോലുള്ള അസുഖങ്ങൾ വരുന്നതും ഒക്കെ സാധ്യതയുണ്ട്. സോ നിങ്ങൾ എന്നും ടയേർഡായിട്ടാണ് എണീക്കുന്നതെങ്കിൽ അതിന് ഒരേ ഒരു അർത്ഥം മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ ബോഡി ഒരു ഹെൽപ്പിന് വേണ്ടിയിട്ട് നിലവിളിക്കുകയാണ്. പക്ഷേ ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്, യു ക്യാൻ ഫിക്സ് ദിസ്. ഉറങ്ങുന്നതിന് 1 മണിക്കൂർ മുന്നേ സ്ക്രീനൊന്നും നോക്കരുത്. TV, ലാപ്ടോപ്പ്, മൊബൈൽ ഫോൺ. കാര്യം നമ്മൾ എത്രത്തോളം ഡൾ സ്ക്രീനായിട്ട്, അല്ലെങ്കിൽ ഡൾ ഡിസ്പ്ലേ യൂസ് ചെയ്തിരുന്നിരുന്നാലും നമ്മുടെ സ്ക്രീനിൽ നിന്ന് വരുന്ന ബ്ലൂ ലൈറ്റ് മെലാറ്റോണിൻ എന്ന് പറയുന്ന ഹോർമോണിനെ ബ്ലോക്ക് ചെയ്യും. അതാണ് നമ്മളെ ഹാപ്പിയാക്കി വയ്ക്കുന്ന ഒരു ഹോർമോൺ. ഓൾസോ നിങ്ങൾക്ക് വർക്കിംഗ് ഡേയ്സിലോ അല്ലെങ്കിൽ വീക്കെൻഡ്സിലോ എന്നും ഒരേ സമയത്ത് ഉറങ്ങാനും ഉണരാനും വേണ്ടിയിട്ട് നോക്കുക. നമ്മുടെ ബോഡിക്ക് ഒരു ഋതുണ്ട്, അതെപ്പോഴും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക. നല്ല ഉറക്കം കിട്ടാനായിട്ട് കർട്ടൻ ഉപയോഗിച്ചിട്ട് ഇരുട്ടാക്കുക. അതുപോലെ ഉറങ്ങാൻ നേരം ആവശ്യമാണെന്നുണ്ടെങ്കിൽ വൈറ്റ് നോയ്സ് പ്ലേ ചെയ്യുക. ആൻഡ് ഉറപ്പായി നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കുക 1 വീക്ക്. ആൻഡ് 1 വീക്കിന് ശേഷം നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങളുടെ ഉറക്കത്തിൻ്റെ ഒരു 40% നിങ്ങൾക്ക് ഇതിൽ തിരിച്ച് കിട്ടിയിരിക്കും. നെക്സ്റ്റ് പോയിൻറ്റ്, യുവർ ഡയറ്റ് ഈസ് ഡ്രെയിനിങ് യു. അടുത്ത പോയിന്റ് നോക്കാം. ഇത് കുറച്ചുകൂടി ഷോക്കിംഗ് ആയിട്ടുള്ള കാര്യമാണ്.
കാര്യം പലരും ഇതൊന്നും അറിയുന്നത് കൂടിയില്ല. നിങ്ങൾ കഴിക്കുന്ന ഫുഡാണ് നിങ്ങളുടെ ക്ഷീണത്തിന് കാരണം. ഉറക്കക്കുറവ് മാത്രമായില്ല നമ്മുടെ ടയർഡ്നെസ്സിന് കാരണം. സത്യത്തിൽ നമ്മുടെ എനർജി ലെവൽസ് നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്നാണ് കിട്ടുന്നത്. നമുക്ക് എപ്പോഴും ക്ഷീണമാണെങ്കിൽ നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ള വൈറ്റമിൻസ് ഒന്നും ബോഡിക്ക് കിട്ടുന്നില്ല എന്നാണ് എൻ്റെ അർത്ഥം. ശരീരത്തിന് ആവശ്യമുള്ള അത്രയും വൈറ്റമിൻ ഡി, B12, മഗ്നീഷ്യം, അയൺ ഒക്കെ എത്തിയില്ല എന്നുണ്ടെങ്കിൽ ആ ക്ഷീണമായിരിക്കും ഒരു വാണിംഗ് ആയിട്ട് നമുക്ക് കിട്ടുന്നത്. ഹൗ ടു എസ്കേപ്പ് ദിസ് ട്രാപ്പ്? ഇതിൽ നിന്ന് പുറത്തു വരണമെന്നുണ്ടെങ്കിൽ ഗെറ്റ് എ ബ്ലഡ് ടെസ്റ്റ്. നിങ്ങൾക്ക് എപ്പോഴും ക്ഷീണം തോന്നുന്നുണ്ടെങ്കിൽ ചെക്ക് യുവർ വൈറ്റമിൻ ലെവൽസ് ഫ്രം എ ലാബ്. ഇഫ് യു ഫൈൻഡ് എനി ഡെഫിഷ്യൻസി ദെൻ ഫിക്സ് യുവർ ഡയറ്റ് ലൈക്ക് ഇലക്കറികൾ, മുട്ട, നട്ട്സ്, ഫിഷ് എക്സെട്ര. സോ നമുക്ക് അധികം സൺ എക്സ്പോഷർ ഇല്ലയെന്നുണ്ടെങ്കിൽ പുറത്തിറങ്ങി ഡെയിലി 10 മുതൽ 15 മിനിറ്റ് വരെ നടക്കാൻ പോകുക. നെക്സ്റ്റ്, യു ആർ ഡ്രിങ്കിങ് ടു മച്ച് കഫീൻ. രാവിലെയും വർക്കിനും ഇടയ്ക്കെല്ലാം ഒന്ന് റീഫ്രഷ് ആവാൻ വേണ്ടി നിങ്ങൾ ചിലപ്പോൾ കോഫി കുടിക്കാറുണ്ടായിരിക്കും അല്ലേ? അത് നമ്മളെ ഉണർന്നിരിക്കാൻ ഹെൽപ്പ് ചെയ്യും തീർച്ചയാണ്, പക്ഷേ ഓൺലി ഫോർ ഷോർട്ട് ടൈം. പക്ഷേ സമയം കഴിയും തോറും നമ്മുടെ എനർജി ലെവൽസിനെ ഡ്രെയിൻ ചെയ്ത് കൊണ്ടുവരും കോഫി. എങ്ങനെ കോഫി കാരണം നമ്മൾ ടയർഡ് ആവുന്നുണ്ടെന്നറിയാമോ? കഫീൻ നമുക്ക് ഒരു എനർജി ഒന്നും തരില്ല. നമ്മളെ ടയർഡാക്കുന്ന അഡിനോസിൻ എന്ന് പറയുന്ന ഒരു കെമിക്കലിനെ ബ്ലോക്ക് ചെയ്യുകയാണ് കോഫി ചെയ്യുന്നത്. സോ നമ്മൾ കോഫി കുടിച്ചു കഴിഞ്ഞാൽ കുറച്ച് ടൈം കഴിയുമ്പോൾ കഫീൻ്റെ അംശം കുറഞ്ഞു വരും. അത് കാരണം നമ്മൾ വീണ്ടും ടയർഡാവും. സോ നമ്മൾ വീണ്ടും അടുത്ത കോഫി കുടിക്കും കൂടുതൽ എനർജി കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ കൂടുതൽ കഫീൻ കുടിക്കും തോറും കഫീൻ കാരണം നമുക്ക് കിട്ടുന്ന ഒരു കിക്ക് കുറയും. അതാണ് നമ്മൾ പലപ്പോഴും ആദ്യമൊക്കെ ഒരു കപ്പ് കുടിക്കുമ്പോൾ തന്നെ നമുക്ക് ഉറക്കം പോകുന്നതും ക്ഷീണം മാറുന്നതും ഒക്കെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ പിന്നീട് സ്ഥിരം കുടിച്ച് 2, 3, 4 കപ്പൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ മാത്രമേ സെയിം എഫക്റ്റ് കിട്ടുന്നുണ്ടായിരിക്കുള്ളൂ. ആൾസോ ഇറ്റ് ഡിസ്ട്രോയ്സ് യുവർ സ്ലീപ്പ്. നിങ്ങൾ ഉറങ്ങുന്നതിന് 6 മണിക്കൂർ മുന്നെയാണ് നിങ്ങൾ കോഫി കുടിക്കുന്നതെങ്കിൽ പോലും അത് നിങ്ങളുടെ ഉറക്കം കുറയ്ക്കാൻ കാരണമാകും. സോ നിങ്ങൾക്ക് ബെഡിൽ കിടന്ന് ഉറങ്ങാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എണീക്കുന്നത് കൂടുതൽ ടയർഡായിട്ടായിരിക്കും. സോ ടയർഡ്നെസ് മാറാൻ നിങ്ങൾ വീണ്ടും കോഫി കുടിക്കും ആൻഡ് ദ സൈക്കിൾ കണ്ടിന്യൂസ്. സോ ഇതിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടിയിട്ട് റെഡ്യൂസ് കഫീൻ സ്ലോലി. ഒറ്റയടിക്ക് കോഫി അല്ലെങ്കിൽ ടീ ഒന്നും നിർത്തരുത്. നിങ്ങൾക്ക് വിഡ്രോവൽ സിംറ്റംസ് ഉണ്ടാവും. 1-2 ആഴ്ചകൾ കൊണ്ട് ഓരോ കപ്പ് വെച്ച് കുറച്ച് കൊണ്ടുവന്ന് നിർത്താൻ ശ്രമിക്കുക. ഓൾസോ ഉച്ചയ്ക്ക് ശേഷം കോഫി അല്ലെങ്കിൽ ടീ കുടിക്കുന്നത് ഒഴിവാക്കുക. ഡ്രിങ്ക് മോർ വാട്ടർ. കൂടുതൽ വെള്ളം കുടിക്കുക. ചിലപ്പോൾ ഡീഹൈഡ്രേഷൻ കാരണം നമുക്ക് ക്ഷീണം അനുഭവപ്പെട്ടേക്കും. പക്ഷേ ആൾക്കാർ അവർക്കിപ്പോൾ കഫീൻ വേണമെന്ന് കരുതി കൂടുതൽ ടീ ഓർ കോഫി കുടിക്കാറുണ്ട്. സോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആൾട്ടർനേറ്റീവ്സ് ആയിട്ട് ഗ്രീൻ ടീ ട്രൈ ചെയ്ത് നോക്കാം. അതിലും കഫീനുണ്ട്, പക്ഷേ അത് പതിയായിരിക്കും റിലീസ് ചെയ്യുന്നത്. സോ നമുക്ക് കോഫി കുടിക്കുന്ന പോലത്തെ ഒരു ക്രാഷ് നമുക്ക് അനുഭവപ്പെടില്ല. നിങ്ങൾ ഉണർന്നിരിക്കാൻ നിങ്ങൾക്ക് കഫീൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായ അഡിക്ഷൻ ഉണ്ടാകും. സോ ടേക്ക് കെയർ ഓഫ് ഇറ്റ്. നെക്സ്റ്റ് പോയിൻറ്റ്, യു ആർ നോട്ട് മൂവിങ് യുവർ ബോഡി. നിങ്ങൾക്ക് ചിലപ്പോൾ സ്ട്രെയിഞ്ചായി തോന്നിയേക്കാം. സംടൈംസ് നിങ്ങൾ ടയർഡ് ആവുന്നതിന് റീസൺ നിങ്ങൾ ഒരുപാട് ജോലി അല്ലെങ്കിൽ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്തുകൊണ്ടൊന്നും ആവില്ല, നിങ്ങൾ ഒന്നും ചെയ്യാത്തതുകൊണ്ടാവും. നമുക്ക് തോന്നിയേക്കാം ടയർഡ്നെസ് മാറാൻ വേണ്ടിയിട്ട് ഫിസിക്കൽ റെസ്റ്റ് വേണം. അത് ശരി തന്നെയാണ് ഒരു എക്സ്റ്റെൻറ്റ് വരെ. ബട്ട് ഇൻ റിയാലിറ്റി നമ്മുടെ ബോഡി ഒരുപാട് നേരം ഇനാക്റ്റീവായിട്ടിരുന്നു കഴിഞ്ഞാൽ, ലൈക്ക് ഓഫീസ് ഡെസ്കിൽ ഒരുപാട് നേരം ഒരേ കണക്കിന് ഇരിക്കുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ വർക്കിന് ശേഷം സോഫയിൽ പോയിരുന്ന് സ്ക്രോൾ ചെയ്യുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ ചുമ്മാ എവിടെയെങ്കിലും ഇരുന്നിട്ട് ഫോണിൽ സ്ക്രോൾ ചെയ്തൊക്കെ ഇരിക്കുന്ന സമയത്ത് എല്ലാം നമ്മുടെ ബോഡി ഒരു സ്ലഗിഷ് സ്റ്റേറ്റിലേക്ക് പോകും. ആൻഡ് നമ്മുടെ ഒരു ന്യൂ നോർമലാവും. അത് നമ്മുടെ മസിൽസിന് ഓക്സിജൻ, ബ്ലഡ് ഫ്ലോ ഒന്നും അധികം കിട്ടില്ല. നമ്മുടെ മെറ്റബോളിസം സ്ലോ ആവും. നമ്മുടെ സെൽസിൻ്റെ എനർജി പ്രൊഡക്ഷൻ കുറയും. ആൻഡ് ഓവർ ടൈം നമ്മൾ കൂടുതൽ ടയർഡാവും, ഈവൻ നമ്മൾ ഒന്നും ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ പോലും. എനിക്കിത് നന്നായിട്ട് അറിയാം, കാര്യം ഞാൻ ഇതിലൂടെ കടന്നു പോയിരുന്നു. ഓഫീസ് ഡെസ്കിൽ ഫുൾ ഡേ ഇരിക്കും, വർക്കൗട്ട് സ്കിപ്പ് ചെയ്യും. ആൻഡ് ഞാൻ ആലോചിക്കും, റെസ്റ്റും വേണമല്ലോ, എനിക്ക് എപ്പോഴും വർക്ക് മാത്രം ചെയ്താൽ പറ്റില്ലല്ലോ. പക്ഷേ കാര്യം നടക്കുന്ന നേരെ ഓപ്പോസിറ്റാണ്. ഞാൻ ഉറങ്ങും ആൻഡ് എണീക്കുമ്പോൾ വീണ്ടും ടയർഡാവും. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് മൂവ്മെൻറ്റ് ക്രിയേറ്റ്സ് എനർജി. ഈവൻ 10 മിനിറ്റ് മോർണിംഗ് ഓർ വർക്കിന് ശേഷമുള്ള അല്ലെങ്കിൽ വർക്കിനിടയിലുള്ള ചെറിയ വാക്കിംഗ് അല്ലെങ്കിൽ ചെറിയ സ്ട്രെച്ചസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആ ടയർഡ്നെസ് മാറും. സോ നന്നായി എനർജറ്റിക്കായി ഇരുന്നിട്ട് ഇതൊക്കെ ചെയ്യാമെന്ന് കരുതരുത്. നിങ്ങൾ ആദ്യം മൂവ് ചെയ്യും, എനർജി തനിയെ വന്നോളൂ. നെക്സ്റ്റ് പോയിൻറ്റ്, യുവർ മൈൻഡ് ഈസ് കംപ്ലീറ്റ്ലി ഓവർലോഡഡ്. ഇത് നിങ്ങളുടെ ബോഡിയെ പറ്റിയല്ല, നിങ്ങളുടെ ബ്രെയിനിനെ പറ്റിയിട്ടാണ്. ബിക്കോസ് സംടൈംസ് നിങ്ങൾ ടയർഡ് ആവുന്നത് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുകൊണ്ടാവില്ല, ബട്ട് ബിക്കോസ് നിങ്ങളുടെ മൈൻഡിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ വെച്ചേക്കുന്നതുകൊണ്ടാണ്. ഗൂഗിൾ ക്രോമിൽ നമ്മൾ 10 ടാബ്സ് മിനിമം ഓപ്പൺ ചെയ്ത് വയ്ക്കാറില്ലേ, അതുപോലെയാണ് നമ്മുടെ മൈൻഡും. പണത്തിനെ പറ്റിയുള്ള ഓർത്തുള്ള ടെൻഷൻ, ആർക്കെങ്കിലും കൊടുക്കാനുള്ള റിപ്ലൈ മെസ്സേജിനുള്ള എന്ത് റിപ്ലൈ അയക്കും എന്നുള്ള കാര്യം, ഇന്ന് നൈറ്റ് ഞാൻ എന്ത് കഴിക്കും എന്നുള്ള തിങ്കിങ്, നിങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാം രക്ഷപ്പെട്ടു ഞാൻ മാത്രം പിന്നില്ലായി ഇപ്പം നല്ലൊരു തോന്നൽ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. സോ നിങ്ങൾ ഫിസിക്കലി ആക്റ്റീവ് അല്ല എന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ മൈൻഡ് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും വിതൗട്ട് എ ബ്രേക്ക്. ആൻഡ് നിങ്ങളുടെ ബ്രെയിൻ എപ്പോഴും പ്രോസസ്സിംഗ് മോഡിലായിരിക്കും. അതാണ് മെൻ്റൽ ഫെറ്റീഗ് ഉണ്ടാകാനുള്ള കാരണം. നിങ്ങൾ കോട്ടുപോയി ഇടുന്നത്, ലേസിയായി തോന്നുന്നത്, ഒന്നും ചെയ്യാനുള്ള മൂഡില്ലാത്തത്, ഈവൻ നമ്മൾ ടെക്നിക്ക് ഒന്നും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിലും. എനിക്കിത് തോന്നിയിട്ടുണ്ട്. ഞാൻ വീട്ടിൽ തന്നെ ഇരിക്കാറുണ്ട്, അധികം അനങ്ങാറില്ല. ബട്ട് ഓഫീസിൽ ജോലി, മറ്റു ടെൻഷൻസൊക്കെ കാരണം എപ്പോഴും ക്ഷീണമാണ്. അത് നമ്മൾ വർക്കിനെ മാത്രമായിട്ട് കുറ്റം പറയും.
ഓർ ഒരു കോഫി കുടിക്കും, അല്ലെങ്കിൽ ഫോണിൽ സ്ക്രോൾ ചെയ്ത് കളയും. പക്ഷേ നമ്മൾ നമ്മുടെ മൈൻഡിന് ഒരു ബ്രീത്തിങ് സ്പേസ് കൊടുക്കും. സോ അത്തരം ഡേയ്സിൽ ഈ ഒരു ടിപ്പ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. എല്ലാ ഈവനിങ്സും നിങ്ങളുടെ മൈൻഡിൽ വരുന്ന എല്ലാ തോട്ട്സും എഴുതുക. എല്ലാം സോൾവ് ചെയ്യാനല്ല, ജസ്റ്റ് ടു റിലീസ് ദം. നിങ്ങൾക്ക് തോന്നുന്നത് എഴുതുക. ആൻഡ് അതിൽ ഏതൊക്കെ ഇപ്പോഴൊക്കെ ചെയ്യാനുണ്ട്, പ്രയോറിറ്റി കൊടുക്കണം എന്നുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് ആ കാര്യങ്ങൾ അപ്പോൾ തന്നെ ചെയ്യാൻ തീർക്കുക. അത്തരം കാര്യങ്ങൾ ചെയ്ത് തീർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്നിനെ പറ്റിയിട്ടും ടെൻഷൻ അടിക്കാതെ ഇരിക്കുക. കാര്യം നമ്മുടെ ബ്രെയിനിനും ഒരു ലിമിറ്റുണ്ട്. ഒരു ബ്രേക്ക് ഇല്ലാതെ അത് കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്താൽ അത് കംപ്ലീറ്റ്ലി എക്സോസ്റ്റഡ് ആയിപ്പോകും. നെക്സ്റ്റ് പോയിന്റ്, നിങ്ങൾക്കൊരു പർപ്പസ് ഇല്ലാന്നുണ്ടെങ്കിൽ എനർജി ഉണ്ടാവില്ല. നിങ്ങൾ നന്നായി ഉറങ്ങുന്നുണ്ട്, ഹെൽത്തി ആയി കഴിക്കുന്നുണ്ട്, പക്ഷേ എത്ര ഉറക്കം കിട്ടിയിരുന്നാലും എനർജി ഉണ്ടാവില്ല. സെയിം ഇഷ്യൂ എനിക്കുണ്ടായിരുന്നു. ആൻഡ് അതിൻ്റെ റീസൺ ഞാൻ കണ്ടുപിടിക്കാൻ കുറച്ചേറെ ടൈം എടുത്തു. നിങ്ങൾ ഉറങ്ങി എണീക്കുമ്പോൾ നിങ്ങൾക്ക് എക്സൈറ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യം നിങ്ങളുടെ ചെയ്യാൻ നിങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റിൽ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എനർജി ഒന്നും ഉണ്ടാവില്ല. ഒരു ചെറിയ ഗോളായിരുന്നാലും, ഒരു ഫേവറേറ്റ് പ്രോജക്റ്റ് ആണെന്നുണ്ടെങ്കിലും, ഓർ ഈവൻ ഫ്രണ്ട്സിനോടൊപ്പം പുറത്ത് പോകാനുള്ള ഒരു പ്ലാൻ ആയിരുന്നാലും നിങ്ങൾക്ക് എനർജി തനിയെ വരും. അതാണ് എത്ര ഉറക്കം കിട്ടിയില്ലെന്നുണ്ടെങ്കിലും ഒരു ട്രിപ്പിന് പോകുന്ന ദിവസം നമ്മൾ അലാം വയ്ക്കാതെ തന്നെ എണീക്കുന്നത്. അതൊന്നും ഇല്ലാത്ത സമയത്ത് നേരത്തെ എണീറ്റിട്ട് ഞാനിപ്പോൾ എന്ത് ചെയ്യാനാ എന്ന് തോന്നലുണ്ടാവാറില്ലേ? അതാണ് ലൈഫ് ഫെറ്റീഗ് എന്ന് പറയുന്നത്. ഈവൻ നമ്മുടെ ബോഡി എത്ര റെസ്റ്റ് എടുത്തിരുന്നാലും നമ്മൾ ടയേർഡാവും. കാര്യം നിങ്ങൾ ടയേർഡല്ല, ജസ്റ്റ് അൺഇൻസ്പയർഡാണ്. സോ നിങ്ങൾ എത്ര ശ്രമിച്ചിട്ടും നിങ്ങൾക്ക് രാവിലെ എണീക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് രാവിലെ നിങ്ങൾക്ക് എണീക്കാൻ കഴിയുന്ന കുറച്ച് മെത്തേഡ്സ് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. സീ യു ദേർ.